5-6 പയറുണ്ട്. പയർ ഇപ്രാവശ്യം ഞാൻ ഇപ്പോൾ ആ മഴ സമയത്തായിരുന്നേ. അപ്പം മഴ സമയത്ത് ഇതെല്ലാം മുന്നിയൊക്കെ കയറി ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പയർ എനിക്ക് കിട്ടിയില്ല, പിടിക്കുന്നില്ല അങ്ങോട്ട്, എല്ലാം അങ്ങ് കേടാവും. എന്നാലും ഉള്ളത് നല്ല നീളമുള്ള പയറാണേ. കണ്ടോ നീളം കണ്ടോ? ഞാൻ പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാമേ. തന്നെയല്ല തത്തയുടെ ഭയങ്കര ശല്യം, രാവിലെ എണ്ണീറ്റ് വരുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായില്ല. ഇവിടെ എൻ്റെ ഇടയിലെല്ലാം ഉണ്ട്, നല്ല നീളം. പറിക്കട്ടെ. പറിച്ചില്ലെങ്കിലുണ്ടല്ലോ തത്തയുടെ ഭയങ്കര ശല്യമാണ്. തത്ത മുഴുവൻ കൊണ്ടുപോകും, അവർക്ക് തീറ്റ വേണ്ടേ. എല്ലാം മുഞ്ഞ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു കുഴപ്പമേ ഇല്ലായിരുന്നു, എല്ലാം നല്ലതായിട്ടുണ്ടായത്. ഇപ്രാവശ്യം ഇതിനെന്തോ ഒരു കേട് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒത്തിരി പേര് വിത്തൊക്കെ ചോദിച്ചായിരുന്നു. എന്നാൽ ആ പറിച്ച സമയത്തൊന്നും ഞാനിവിടെ സ്ഥലത്തില്ല, ഞാൻ ഒന്നും ആർക്കും ഒന്നും റിപ്ലൈ പോലും കൊടുത്തില്ല. നല്ല മുട്ടൻ പയർ കൊണ്ടുണ്ടോ. 2-3 ദിവസം അടുപ്പിച്ചങ്ങ് മഴയായ കാരണം ഞാൻ പയറെടുക്കാൻ ഇങ്ങോട്ട് കയറിയില്ല കേട്ടോ. അത് കാരണം ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ഇച്ചിരി മൂത്തതുണ്ട്. അത് നമുക്ക് പൊളിച്ചിട്ട് തോരനകത്തോ എല്ലാം മെഴുക്കുവരട്ടി, ഇത് പൊളിച്ചിട്ട് മെഴുക്കുവരട്ടി വെക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് 10 പയർ മതിയല്ലോ നമുക്കൊരു മെഴുക്കുവരട്ടിയാണേലും തോരനാണെങ്കിലും. നല്ലതായിട്ട് പിടിക്കുന്ന പയറാണ്. ഇപ്രാവശ്യത്തെ എൻ്റെ പയർ അത്ര അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ശരിയായില്ല. കാരണം ഈ ഭയങ്കരമായിട്ടുള്ള മഴയല്ലായിരുന്നു, അതിൻ്റെ കൂടെ മുഞ്ഞ കയറി. കഴിഞ്ഞ പ്രാവശ്യം യാതൊരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ വലിയ ശുശ്രൂഷയൊന്നും കൊടുത്തില്ല, അത് കാരണം അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അത് മൊത്തം പിന്നെ മുഞ്ഞയുണ്ട്, ഒരു സൈസ് ഈച്ച അത് വന്ന് അതിൻ്റെ ഇലയെല്ലാം അരിപ്പ പോലെ ആക്കുക. ഞാനിതിൻ്റെ മരുന്നൊക്കെ ഞാൻ അടിച്ച മരുന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓമയുടെ ഇലയും പിന്നെ കൊന്നയുടെ ഇലയും കറ്റാർ വാഴപ്പോളയുടെ അതിൻ്റെ ഒരു ലീഫും കൂടെ എടുത്ത് നല്ലോണം വെളുത്തുള്ളി പിന്നെ ഇച്ചിരി സോപ്പ് പൊടിയും ഇവിടെ അതിനകത്ത് ചേർത്ത് നല്ലോണം മിക്സിയിലടിച്ച് അരിച്ച് ആണ് ഞാൻ അടിച്ചത്. പക്ഷേ അത് എഫക്റ്റ് ആകുന്നുണ്ട്, ചില കുഴപ്പമില്ല. പക്ഷേ മരുന്നടിച്ച് അങ്ങോട്ട് കയറുന്നുടനെ മഴ പെയ്യും, അത് കാരണം അത് അത്ര ശരിയാകാം. 2 പ്രാവശ്യം ഇനി ഒന്നുകൂടെ അടിക്കണം, വെയിൽ സമയത്ത് അടിച്ചെങ്കിലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വളമെടുപ്പുമായി വീണ്ടും കാണാം. ഓക്കെ.